എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ, മൊബൈൽ, അതുപോലെ TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം നോക്കാം. അപ്പോൾ ഞാനിന്ന് ആദ്യം വൃത്തിയാക്കാനായിട്ട് പോകുന്നത് ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ TV-യും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ TV, ടേപ്പ് റെക്കോർഡർ, അതുപോലെ CD പ്ലെയർ, VCD പ്ലെയർ, മ്യൂസിക് സിസ്റ്റം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെയിം മെത്തേഡിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, LCD ക്ലീനർ എന്ന് പറഞ്ഞിട്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ലാപ്ടോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ ബാക്ക് സൈഡും ഒക്കെ നന്നായിട്ട് ഇതുപയോഗിച്ച് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലീനർ ഒരിക്കലും നമ്മൾ TV-യിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്കോ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്യരുത്. ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂയോ അതും അല്ലെങ്കിൽ ഒരു ബനിയൻ്റെ തുണിയോ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടും, അഴുക്കുകളൊക്കെ പോയും കിട്ടും. അപ്പോൾ LCD സ്ക്രീനുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഇതുപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ TV അതുപോലെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ആ കീപാഡ് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ബാക്കിയുള്ള ഏരിയയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഏരിയയൊക്കെയാണ് ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ സ്ക്രീനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അഴുക്കും ചെറിയ മങ്ങൽ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ പൊടികളൊക്കെ പിടിച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇപ്പോൾ അതിലെ പൊടിയും അഴുക്കൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ കീപാഡ് വരുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കീപാഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഒരു ടൂത്ത് ബ്രഷാണ്. സാധാരണ നമ്മൾ പല്ലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡ് ഇങ്ങനെ ഒന്ന് ചരിച്ച് പിടിക്കുക. ചരിച്ച് പിടിച്ച ശേഷം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊക്കെ നന്നായി പോയി നല്ലോണം ക്ലീനായി കിട്ടും. അപ്പോൾ ടൂത്ത് ബ്രഷിൻ്റെ കീസിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി അഴുക്കുകളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അഴുക്ക് പൊടി ഉണ്ടാവും, കാരണം നമ്മളിത് തുറന്നു വെച്ചല്ലേ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊടിയൊക്കെ പറന്ന് അതിൻ്റെ ആ ഗ്യാപ്പുകളിൽ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെ പൊടിയും അഴുക്കൊക്കെ നന്നായി പോയി വരുന്നത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിലെ പൊടിയൊക്കെ നന്നായി പോയിട്ടുണ്ട്, അതൊക്കെ സൈഡിലായിട്ട് വന്ന് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കീബോർഡും അതുപോലെ ലാപ്ടോപ്പിൻ്റെ കീപാഡൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി ക്ലീനായി കിട്ടും. അതിലുള്ള അഴുക്കും പൊടിയൊക്കെ നന്നായി പോയി കിട്ടുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ പൊടിയൊക്കെ തട്ടി കൊടുത്തു. ഇനി ആ കീപാഡ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. നമ്മുടെ LCD ക്ലീനർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ കീപാഡും തുടച്ചെടുക്കുന്നത്. അപ്പോൾ കീപാഡിലുള്ള ബാക്കിയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നന്നായി പോയി കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം, TV അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വീട്ടിൽ TV ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ TV ക്ലീൻ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും മിക്കവാറും തന്നെ TV ഒക്കെ ഉണ്ടാവും. അപ്പോൾ TV ക്ലീൻ ചെയ്യാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ആവശ്യമില്ലാത്ത ഫയലുകളും ഫോൾഡേഴ്സും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ഡീക്ലട്ടറിങ് കൂടിയായിട്ട് കാണുക. അപ്പോൾ അതിലുള്ള ആവശ്യമില്ലാത്ത ഫയൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഡെസ്ക്ടോപ്പിലൊക്കെ ചിലപ്പോൾ ഒത്തിരി ഫയലുകളും ഫോൾഡറുകളും ഫോട്ടോസൊക്കെ ചിലവർ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ഫോൾഡറുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് അറേഞ്ച് ചെയ്യുക. അതെവിടെയെങ്കിലും കറക്റ്റ് അതിൻ്റെ പ്ലേസിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാനൊക്കെ കുറച്ച് വൃത്തി ഉണ്ടാവും. മാത്രമല്ല ഒരു അടക്കം ചിട്ടയും ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സാറ് പറയുമായിരുന്നു, ഒരാളുടെ വൃത്തി കാണണമെങ്കിൽ അയാളുടെ കാലും പിന്നെ അയാൾ ഉപയോഗിക്കുന്ന വാഹനവും കാണണമെന്ന് പണ്ട് കാലത്ത് പറയും. പക്ഷേ ഇന്ന് അറിയണമെങ്കിൽ ലാപ്ടോപ്പ് അതുപോലെ മൊബൈൽ നോക്കിയാൽ മതിയെന്ന്. അതിലിങ്ങനെ ചവറ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ വൃത്തിയില്ലാത്ത മനുഷ്യനാണെന്ന് സാറ് പറയും. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് നിറച്ച് ഫയലും ഫോൾഡറുമാണ് കാണുന്നതെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നില്ല, അതിൽ വർക്ക് ചെയ്യാനൊന്നും തോന്നില്ല. അതേ സമയത്ത് എല്ലാം ഒന്ന് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിമ്പിളാണ്, നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും.
അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ കുറച്ച് ഫയലുകൾ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഫോൾഡറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, അവിടെയും ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ പോലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിലും ചില സംഭവങ്ങളുണ്ടാവും, ആവശ്യമില്ലാതെ കുറച്ച് ആപ്സ് അല്ലെങ്കിൽ ഫോട്ടോസ്, വാട്സപ്പ് മെസ്സേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫോണിലും കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഫോണെല്ലാം എടുത്ത് നോക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത ആപ്സ്, നിങ്ങൾ ഒട്ടും ഉപയോഗിക്കാത്ത ആപ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ബാറ്ററിയൊക്കെ ഒത്തിരി പോവും. പിന്നെ നെറ്റൊക്കെ ഇപ്പോൾ വില കൂടുതൽ വരുന്ന സമയമാണ്, ഡാറ്റയ്ക്കൊക്കെ ഇപ്പോൾ ചാർജ് കൂടുതലാണ്. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് ഡാറ്റ പാഴായി പോകുന്നതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫോട്ടോസ്, ചിലപ്പോൾ വാട്സപ്പ് മെസ്സേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ ലാപ്ടോപ്പ് അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച സെയിം LCD സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫോണിന് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കവർ ഒന്ന് ഊരിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ ഒന്ന് നന്നായി തുടച്ച് കളയുക. കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ LCD ക്ലീനർ സൊല്യൂഷൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒരു മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ കവർ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഫോണിലും ചിലപ്പോൾ അഴുക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറൊക്കെ വരുന്ന ഭാഗത്ത് ചിലപ്പോൾ അഴുക്കൊക്കെ അടിഞ്ഞുകൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഴുക്കും പൊടികളൊക്കെ കളയാനുള്ളൊരു മാർഗ്ഗമാണ് ടൂത്ത് പിക്ക് വെച്ചിട്ട്. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് പയ്യനെ ആ സ്പീക്കർ വരുന്ന ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകളും കാര്യങ്ങളൊക്കെ നന്നായി പോയി കിട്ടും. പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി അമർത്തിയൊന്നും കൊടുക്കരുത്, ജസ്റ്റ് മൈൽഡായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട മറ്റൊരു വസ്തുവാണ് നമ്മുടെ ഹെഡ്സെറ്റുകൾ. ഹെഡ്സെറ്റ്, ഹെഡ്ഫോണൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഇയർപോഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ വാക്സ് അല്ലെങ്കിൽ അഴുക്കൊക്കെ അടിഞ്ഞുകൂടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്പീക്കർ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ചല്ലോ, അതുപോലെ തന്നെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഈ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതും നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഫോണും അതുപോലെ കമ്പ്യൂട്ടറും TV ഒക്കെ ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിലും ഏറ്റവും കൂടുതൽ പൊടി വരാനും അഴുക്ക് പിടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ TV ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ TV ക്ലീൻ ചെയ്യുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ അതിനെ ആരും ഒരു കുറ്റമായിട്ട് കാണരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.